സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കഥ പറയാൻ വന്ന രണ്ടുപേരും കൂടി കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. മുത്തശ്ശി പ്രിയങ്കയും ശരത്തുമൊക്കെ അത് കേട്ടുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവർ പറയണേ, അങ്ങനെ നായകനും കുറേ ആദ്യം കൂടെ ഉടക്കുകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അവർ രണ്ടാളും പരസ്പരം ഇഷ്ടത്തിലാകുന്നു. ഈ സമയത്താണ് പുതിയൊരു ക്യാരക്ടറിൻ്റെ എൻട്രി. പുതിയൊരു വില്ലെത്തി. ഈ പെൺകുട്ടിക്കും മനുവിനെ സ്വന്തമാക്കണം. അതിനുവേണ്ടി നായകനെയും തമ്മിൽ പിരിക്കാനായിട്ട് പല തന്ത്രങ്ങളും ഇവൾ മെനയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ഇവർ മൂന്നുപേരും തമ്മിലുള്ള ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിലൂടെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. അന്നേരം മുത്തശ്ശേക്കണേ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ആരാ നായകനെ സ്വന്തമാക്കാൻ പോകുന്നത്? അന്നേരം അവർ പറയണേ, അതിൽ പിന്നെ എന്താ സംശയം, നായകനും നായികയുമാണല്ലോ ഒന്നിക്കേണ്ടത്. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് അവർ തന്നെ ഒന്നിച്ച് ജീവിക്കും. അത് കേട്ട് മുത്തശ്ശി പറയണേ, അതെ ഈ കഥ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും നല്ല കഥ ഉണ്ടെങ്കിൽ പറ. ഒരു 5-6 കഥ ഉണ്ടെങ്കിൽ അത് പറഞ്ഞോ, ഞാൻ കേൾക്കാം. അന്നേരം അത് കേൾക്കുന്നതും ആ 2 റൈറ്റേഴ്സിനും അങ്ങ് ദേഷ്യം വരുക. നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്താ വിചാരിച്ചത്? ഞങ്ങളെന്താ ഒരു പണിയില്ലാതെ നിങ്ങളെ തേടി നിങ്ങളെ കൊണ്ടൊരു സിനിമ ചെയ്യിക്കാൻ വേണ്ടി അന്വേഷിച്ച് വന്നതാണെന്നോ? ഇയാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നറിയോ? എത്ര സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്നറിയോ? അതെല്ലാമേ ഹിറ്റ് സിനിമകളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ മുത്തശ്ശിയോട് ദേഷ്യപ്പെടുക. അന്നേരം സുകുമാരി പറയണേ, അതെ എൻ്റെ ഓഫീസിൽ വന്നിട്ട് എന്നോട് ദേഷ്യപ്പെടാൻ നിന്നാലോട്ടല്ലോ നീയൊക്കെ വിവരം അറിയും. നിൻ്റെയൊക്കെ അഹങ്കാരം ഈ സുകുമാരിയുടെ അടുത്ത് ഇറക്കണ്ട കേട്ടോ. അവൻ്റെയൊക്കെ ഒരു ഊളക്കഥ, ഇതുപോലെയുള്ള ഊളക്കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ കണ്ണും പൊട്ടി സമ്മതിക്കാനേ. നീയൊക്കെ ഇതിനു മുമ്പ് കണ്ട പോലത്തെ ആപ്പ് പ്രൊഡ്യൂസർ അല്ല ഞാൻ. അന്നേരം അവർ പറയണേ, ഇവർക്ക് എവിടുന്നോ കുറച്ച് പൈസ കിട്ടി, അതിൻ്റെ പേരിൽ സിനിമ പ്രൊഡ്യൂസിങ് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുക. അല്ലാതെ സിനിമയുടെ എന്തെങ്കിലും ABCD നിങ്ങൾക്കറിയോ? ശരത്തെ, താൻ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കുമായിരുന്നല്ലേ? ഇതുപോലുള്ള വട്ടസ്ത്രീയുടെ അരികിലേക്കാണോ ഞങ്ങളെ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ അടുത്ത് പറയാനേ ഇനി ഞങ്ങളുടെ കയ്യിൽ ഒരു കഥയില്ല, ഞങ്ങൾക്കതിനുള്ള സമയവുമില്ല. വാ നമുക്ക് പോകാം. ശരത്തെ, ഇതിന് ഞങ്ങൾ നിനക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാം നിന്നെ ഞാൻ എന്നും പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, മുത്തശ്ശി എന്തായി കാണിച്ചത്? ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. ഇങ്ങനെ വരുന്ന എല്ലാ റൈറ്റേഴ്സിനും വെറുപ്പിച്ച് വിട്ടാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കമ്പനി മുമ്പോട്ട് പോകണ്ടേ? അതേ മുത്തശ്ശി, എത്ര കഷ്ടപ്പെട്ട് ഞാൻ കൂട്ടിക്കൊണ്ടത് അവരെയെന്നറിയോ? അവർ ഇൻഡസ്ട്രിയിലെ എത്ര വലിയ ആൾക്കാരാണെന്നറിയോ? അവരെയാണ് ഇപ്പോൾ അപമാനിച്ച് വിട്ടത്. അന്നേരം സുകുമാരി പറയണേ, അതെ നിങ്ങൾ അവന്മാർ പറഞ്ഞ കഥ കേട്ടായിരുന്നു. നാട്ടിൻപുറത്ത് ജീവിച്ച് വളർന്നൊരു നായിക, വിദേശത്തുനിന്ന് പഠനമൊക്കെ പൂർത്തിയാക്കി വന്ന സമ്പന്ന കുടുംബത്തിലെ നായകൻ. ആ നായിക ആരാ? ആ രാധിക. പഠനം പൂർത്തിയാക്കി വന്ന നായകനോ വരുൺ. അവരുടെ ഇടയിലേക്ക് അവരുടെ ജീവിതം നശിപ്പിക്കാൻ വന്ന വില്ലത്തി കഥാപാത്രം ഉണ്ടല്ലോ, അതെ നീയാണ് നീ. അത് കേൾക്കുമ്പോഴാണ്ടോ പ്രിയങ്കക്കും ശരത്തിനും ആ ഒരു രീതിയിൽ ചിന്ത പോകുന്നത്. അന്നേരം ശരത്ത് പറഞ്ഞേ, ശരിയാണല്ലോ, അക്കാര്യം ഞാനോർത്തില്ല. എന്നാലേ ഈ സുകുമാരി എല്ലാ വശത്തുനിന്നും ചിന്തിക്കും. ഇതുപോലെയുള്ള നായകനെ പ്രണയകഥ പോലത്തെ ഒന്നും വേണ്ട, അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി പിടിക്കാം. പിന്നെ ഇതുപോലെ കഥ പറയാൻ വരുന്നവരൊക്കെ നമ്മുടെ പൈസക്കാണ് കഥ ഇറക്കാനും സിനിമ പിടിക്കാനും ഒക്കെ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗെയിമേയും വെയിറ്റും ഒക്കെ നമ്മളും കാണിക്കണ്ടേ? യുവമാലേക്ക് എങ്ങനെ ഒതുക്കി നിർത്തണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എടാ ശരത്തെ, നീ വേറെ എന്തെങ്കിലും നല്ല ആൾക്കാരെ കൊണ്ടുപോവാ. ഇതുപോലെ അഹങ്കാരം പിടിച്ചവന്മാരെയൊക്കെ കൊണ്ടുവന്നാലുണ്ടല്ലോ എൻ്റെ വൈന്ന് ഇതുപോലെ കേൾക്കുവന്മാർ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. രാധിക അങ്ങനെ റൂമിൽ സങ്കടപ്പെട്ട് കിടക്കുമായിരിക്കും. മരണരികി തന്നെ ഉണ്ടാകും കേട്ടോ. അന്നേരം മുത്തശ്ശി രാധിക കൊടുക്കാനുള്ള കഞ്ഞിയും കറിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മോളിന്ന് രാവിലെ തൊട്ട് ഒരു വക കഴിച്ചിട്ടില്ല, ജലപാനം പോലും എടുത്തിട്ടില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ? അല്ലാതെ ഇങ്ങനെ കിടന്ന മോളുടെ അവസ്ഥ മോശമാകും. നീ മോളെ വിളിച്ചെണീപ്പിക്ക്. അങ്ങനെ രാധികയെ എണീപ്പിക്കുവാണ്ടോ വരുൺ. അന്നേരം മുത്തശ്ശി പറയണേ, മോളെ കുറച്ച് ഈ കഞ്ഞിയെങ്കിലും കുടിക്ക്, നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇന്ന്. വേണ്ട മുത്തശ്ശി, എനിക്ക് കഴിച്ചാലും ഒന്നും ഇറങ്ങില്ല. മോളെ ഒരു ചെരുപ്പോ അല്ലെങ്കിൽ ശ്യാമ ഉപയോഗിച്ച് ഒരു ഷോളോ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് മോളിങ്ങനെ കിടന്ന് വിഷമിക്കാതെ. ശ്യാമേനെയോ അല്ലെങ്കിൽ അമൃതയോ അവർ കണ്ടെത്തയോ? ഇല്ലല്ലോ. മോളമ്മയെ തിരിച്ചറിയുന്നതിന് മുമ്പ് നിങ്ങൾ തമ്മിൽ അകന്നല്ലേ ജീവിച്ചത്? ഇപ്പോഴും നിങ്ങൾ അകന്ന് ജീവിക്കുവാണെന്ന് അങ്ങ് കരുതിയാൽ മതി. അന്നേരം രാധിക പറയണേ, പക്ഷേ ഇതോതും തമ്മിൽ വ്യത്യാസമില്ലേ മുത്തശ്ശി? അന്നെനിക്ക് അമ്മ അറിയില്ലായിരുന്നു. എൻ്റെ അമ്മ ജീവനോടെ ഉണ്ടെന്ന് പോലും തിരിച്ചറിയില്ലായിരുന്നു. അമ്മയെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയാണോ? എൻ്റെ അമ്മയെ ഞാൻ കണ്ടതാ, ആ സ്നേഹം അനുഭവിച്ചതാ. ആ സ്നേഹം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതെനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും മുത്തശ്ശി? മോളെ, നിൻ്റെ ഭഗവാൻ നിന്നൊരിക്കലും കൈവിടില്ല. ആ വിശ്വാസമായി ഈ മുത്തശ്ശിക്ക് നല്ല പോലെയുണ്ട്. മോളതുകൊണ്ട് ഒന്നും പറയാതെ ഈ കഞ്ഞി കുറച്ചങ്ങ് കുടിച്ചേ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി 2-3 സ്പൂൺ രാധികനെ കോരി കുടിക്കുന്നുണ്ട്. പിന്നീട് രാധിക ഇനിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടന്ന് പൊട്ടിക്കരയുവാണ് കേട്ടോ. അതുകൊണ്ട് മുത്തശ്ശിക്ക് സങ്കടമാകുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ആ കഞ്ഞിയുടെ പാത്രം അവിടെ തന്നെ വെക്കുക. വരണേ, ഞാനിത് ഇവിടെ തന്നെ വെക്കാം. കുറച്ച് കഴിയുമ്പോൾ നീ ഇത് മോളെ കൊണ്ട് കഴിപ്പിക്കണം. പിന്നെ നീ മോളുടെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ വരുൺ ചെന്ന് രാധികയുടെ അരികിലിരുന്ന് രാധികയുടെ മുടിയിൽ തലോടി സമാധാനിപ്പിക്കുവാണ്.
പിന്നീട് കാണിക്കുന്നത് സുകുമാരി കണ്ണാടിൻ്റെ മുമ്പിലേക്ക് വന്ന് നോക്കി, മൊത്തത്തിൽ തന്നെ ഇങ്ങനെ നോക്കി എന്തോ കാര്യം ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയത്തായിരിക്കും പ്രിയങ്ക ശരത്തും അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മുത്തശ്ശി, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അന്നേരം മുത്തശ്ശി വരണേ, അതെ എൻ്റെ ഈ ലുക്കും മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറാണെന്ന് തോന്നില്ലല്ലേ? സത്യം പറയണം, അത് പിന്നെ മുത്തശ്ശിയുടെ ഈ ഭാവമൊക്കെ കണ്ട ആ ഒരെടുപ്പ് തോന്നുന്നില്ല. അല്ലാതെ മുത്തശ്ശിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ മുത്തശ്ശിയെ കഴിഞ്ഞിട്ടല്ലേ ആളുള്ളൂ. അതൊക്കെ ശരിയാ, എന്നാലും എൻ്റെ ഈ മട്ടും ഭാവമൊക്കെ ഒന്ന് മാറ്റണം, ഒരു പുതുമ വേണം. ഇപ്പം തന്നെ വന്നവന്മാർക്ക് വേണ്ടില്ലേ എന്നെ ഒരു വിലയില്ല, ഒരു ബഹുമാനം ഇല്ലാതെയല്ലേ എന്നോട് സംസാരിച്ചത്, അതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? അന്നേരം പ്രിയങ്ക പറഞ്ഞേ, അത് വേണം മുത്തശ്ശി, മുത്തശ്ശിക്ക് ഒരു ടോട്ടൽ ചേഞ്ച് ആവശ്യമോ? ശരത്തെ, നമുക്ക് മുത്തശ്ശീനെ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോയാലോ? അതിനെന്താ, അതിന് പറ്റിയൊരു സ്ഥലം എൻ്റെ കയ്യിലുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഒരു വേഷം കെട്ടലിനൊന്നും ഞാൻ നിന്ന് തരില്ല, ചെറിയൊരു ചേഞ്ച് അതാണ് എനിക്ക് വേണ്ടത്. മനസ്സിലായി മുത്തശ്ശി, മുത്തശ്ശി നോക്കിക്കും. എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന രീതിയിൽ മുത്തശ്ശിക്ക് ഒരു മേക്ക് ഓവർ അത് ഞങ്ങൾ ചെയ്തിരിക്കും. അത് കേട്ട് സുകുമാരിക്ക് സന്തോഷമാക്കണേ. എന്നാൽ പിന്നെ കണ്ടോ, ഇനി കളി മാറാൻ പോകുന്നത്. ഇനി ഈ പ്രൊഡ്യൂസർ സുകുമാരി ആരാണെന്ന് ഈ നാട് മുഴുവൻ അറിയാൻ പോകുവാണ്. പുത്തൻ ഭാവത്തിലും രൂപത്തിലും സുകുമാരി സിനിമ മേഖല അടക്കി വീഴാൻ പോകുക മോളെ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പലരുടെ അടുത്തും സഹായമൊക്കെ ചോദിച്ച് തിരികെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന പരമേശ്വരനെയും സൂര്യനെയാണ്. പരമേശ്വരനാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് കേട്ടോ. അങ്ങനെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. സഹായം കിട്ടുമെന്ന് വിചാരിച്ച സ്ഥലത്തുനിന്നെല്ലാം നമ്മളെ അവർ ഒഴിവാക്കി വിടുമായിരുന്നല്ലോ സൂര്യ. അന്നേരം സൂര്യ പറയുന്നുണ്ട്, അച്ഛാ അവരുടേക്ക് ഈ മാറ്റം എന്നെ അതിശയിപ്പിച്ചു കളഞ്ഞു. എത്രയോ സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തതാ, എന്നിട്ട് അവരിപ്പോൾ ഒരു സഹായത്തിന് നമ്മൾ ചെന്നപ്പോൾ നമ്മളെ കഴിയുകഴിഞ്ഞാൽ കണ്ടില്ലേ? അന്നേരം പരമേശ്വരൻ പറഞ്ഞേ, അതിനാരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പണമുള്ളവൻ രാജാവായിരിക്കും, ഇല്ലാത്തവൻ യാചകനും. നമ്മൾ പണത്തിനായിട്ട് അവരുടെ അരികിലേക്ക് യാചനയോട് പോകുമ്പോൾ അവർ അവരുടെ കഷ്ടപ്പാടും പ്രാരാബ്ദമൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചയക്കുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യുക വെച്ചാ? ഇനി നമ്മുടെ മുമ്പിൽ മറ്റു മാർഗ്ഗങ്ങളില്ല മോനെ. എന്താണെങ്കിലും വരുന്നത് എന്താണോ അതിനെ നേരിടാം. എല്ലാം വിധിക്ക് വിട്ടുകൊടുത്തിരിക്കാം, അല്ലാതെ നമുക്കിനി മറ്റൊന്നും ചെയ്യാനില്ലല്ലോ. ഈ സമയത്തായിരിക്കും പരമേശ്വരൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ബാങ്കിൽ നിന്ന് മാനേജറായിരിക്കും. സാർ ഇപ്പോൾ എവിടെയാണ്? ഞാൻ ഒരു യാത്രയിലാണ് സാർ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇനി ഞങ്ങൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ ഉദ്യോഗസ്ഥരെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ജപ്തിക്കുള്ള നോട്ടീസൊക്കെ ഓൾറെഡി തയ്യാറായതാണ്. നാളെ തന്നെ ജപ്തി നടപടികൾ പൂർത്തിയാക്കാനായിട്ട് അങ്ങോട്ടേക്ക് എത്തും. സാറിനൊന്നും തോന്നരുത്. അന്നേരം പരമേശ്വരൻ പറയണേ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം സൂര്യ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വെച്ചാ? എന്താ പെട്ടെന്ന് മുഖം മാറിയ പോലെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഒന്നുമില്ല സൂര്യ, ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങുക. നീ സൂക്ഷിച്ച് വണ്ടി ഓടിക്കും. പിന്നീട് കാണിക്കുന്നത് കാറിൽ പ്രിയങ്കയും മുത്തശ്ശിയും തിരിച്ച് ആറ്റുവാശ്ശേരിലെത്തുന്നതാണ്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പർച്ചേസൊക്കെ ചെയ്തുകൊണ്ടാണ് കേട്ടോ രണ്ടുപേരും എത്തുന്നത്. അങ്ങനെ രണ്ടുപേരും റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ദേവൻ മുത്തശ്ശീനെയും പ്രിയങ്കേനെയും വിളിക്കണേ, അമ്മേ ഒന്ന് നിൽക്കുമോ? എന്താ ദേവ, ഞങ്ങളിങ്ങനെ പുറകിൽ നിന്ന് വിളിക്കരുതെന്ന് നിനക്കറിഞ്ഞൂടെ? എന്തിനാ ഇപ്പം നീ വിളിച്ചത്? അത് പിന്നെ അമ്മയോട് ഞാൻ രാവിലെ പറഞ്ഞ കാര്യം, അതിനുള്ള മറുപടി ഞാൻ രാവിലെ തന്നെ തന്നെയല്ലേ. അമ്മേ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക്. കടമംഗലത്തുകാരുടെ പണം തിരികെ കൊടുക്കുന്നതിനെ പറ്റി ഒരു തീരുമാനം എടുക്കണം. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, അച്ഛനിത് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത്? അതെ, കടമംഗലംകാരുടെ പണമില്ല ഇപ്പോൾ. ഇതുപോലെ ബന്ധം ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരെ കോടിക്കണക്കിന് രൂപയാണ് ചോദിക്കുന്നത്. ഞാനൊരു 25 കോടിയല്ലേ ചോദിച്ചതുള്ളൂ, അത് തന്നെ വളരെ കുറവാണ്. ഈ സമയം സുകുമാരി പറയുന്നുണ്ട്, അതെ ആ പണം എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇനി ആർക്കും ഞങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അത് ഞങ്ങളുടെ പണമാണ്. ഇപ്പം നിന്നെക്കൊണ്ട് ഈ കാര്യം ഞങ്ങളോട് ചോദിപ്പിക്കുന്നത് കടമംഗലത്തുള്ളവരായിരിക്കും, അതോ നിൻ്റെ പുന്നാള മോൾ രാധികയോ? ഞങ്ങളങ്ങനെ പണം തിരികെ കൊടുത്തു കഴിഞ്ഞാൽ കടമംഗലത്ത് പണവും കിട്ടും, ആ പണം ഇവളോട്ട് ഉപയോഗിക്കാനും പാടില്ല. അതായിരിക്കും നിൻ്റെ മോളുടെ ചിന്ത അല്ലേ? അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? രാധിക മോളോ കടമംഗലത്തുള്ളവരോ ഒന്നുമല്ല ഇത് ചോദിച്ചത്. ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ കേട്ടോ, ഞങ്ങൾ ഈ പണം അവർക്ക് തിരികെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇതേ ഞങ്ങളുടെ പണമാണ്. ഇപ്പോൾ പുറത്തു വന്ന കാറുണ്ടല്ലോ, അതെ നമ്മുടെ കാറാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പം നിൽക്കാമെങ്കിൽ ആ കാറിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങുകയോ പുറത്തേക്ക് എവിടേക്കാണെന്ന് വെച്ചാൽ പോകുകയോ ഒക്കെ ചെയ്യാം. സന്തോഷത്തോടെ ഇത്ര സുഖമായിട്ട് ജീവിക്കാം. ഇത്ര നാൾ ദരിദ്രവാസികളെ പോലെ ജീവിച്ചതല്ലേ? ഞങ്ങളുടെ ഒപ്പം നിന്നാലേ നിങ്ങൾക്കും ഇതിലൊരു ഭാഗമായി മാറാൻ പറ്റും. അത് കേട്ടിട്ട് ദൈവം പറയണേ, അയ്യോ ഞങ്ങൾക്ക് ഈ പണവും പത്രാസൊന്നും കണ്ട് കണ്ണ് മഞ്ഞളിക്കാൻ തീരെ താല്പര്യമില്ല. ഞങ്ങൾക്ക് ഇപ്പോഴുള്ള ജീവിതം തന്നെ സന്തോഷം തരുന്നുണ്ട്. അല്ലെങ്കിലും നിങ്ങളൊക്കെ പറഞ്ഞത് ഒരു കാര്യമില്ലെന്നറിയാം. പിന്നെ ഇനി മേലാൽ ഈ പണത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നേക്കരുത്. വാമോളെ പ്രിയങ്കെ, നമുക്ക് നാളെ എണീറ്റിട്ട് വേറെ കുറേ ജോലികളുള്ളതല്ലേ. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടി റൂമിലേക്ക് പോകുവാണ്.
ദേവട്ടാ, ഇനി ഇവരുടെ പണത്തിൻ്റെ കാര്യമൊന്നും സംസാരിക്കേണ്ട. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല നീക്കം ഉണ്ടാവാൻ പോകുന്നില്ല. രാധികമ്മളുടെ കാര്യം ഓർക്കുമ്പോഴാണ് കഷ്ടം. അന്നേരം ദേവൻ പറയണേ, മോളെ പോയി കാണണമെന്നുണ്ട്. പക്ഷേ ഈ അവസ്ഥയിൽ അവൾ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? പെറ്റമ്മ പോലും നഷ്ടപ്പെട്ട് നിൽക്കുമല്ലേ അവളും. ഒരാശ്വാസവാക്ക് പറഞ്ഞു പോലും അവളെ സമാധാനിപ്പിക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. അവളുടെ വേദന കണ്ടു നിൽക്കാനും മനസ്സനുവദിക്കുന്നില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരൻ വീടിന് പുറത്ത് എന്തോ ആലോചിച്ച് നിൽക്കുന്നതാ. ഈ സമയം പത്മിനി പരമേശ്വരൻ്റെ അരികിലെത്തുക. ഏട്ടൻ ഇവിടെ നിൽക്കുമായിരുന്നോ? അന്നേരം പരമേശ്വരനാണെങ്കിൽ പത്മിനിയോട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥലം വാങ്ങിച്ചതും ഈ വീട് വെച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് പരമേശ്വരൻ പറയണേ, പത്മിനി അമ്മ ഉറങ്ങിയോ? ആ ഉറങ്ങിയല്ലോ. ഞാൻ തന്നോട് ഇപ്പോൾ ഒരു കാര്യം പറയാൻ പോവുക. ആ കാര്യം കേട്ട് താൻ ഒച്ച വെക്കുകയോ ബഹളം ഉണ്ടാക്കിയോ അങ്ങനെ മറ്റുള്ളവരെ അറിയിക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ നാളെ ഈ വീട് ജപ്തി ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്നുള്ള ആൾക്കാർ വരും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അതൊക്കെ പത്മിനിയോട് പറയുന്നുണ്ട്. ആ വിവരം അറിഞ്ഞ് ഞെട്ടലോട് കൂടി നിൽക്കുന്ന പത്മിനിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് രാവിലെ തന്നെ ദേവനും യശോദയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച, മുറ്റത്താരോ കാറിൽ നല്ല പട്ടുസാരിയും മറ്റുമൊക്കെ അണിഞ്ഞ് കാറിൻ്റെ അരികിലായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ആരാണെന്ന് ദേവനും യശോദക്കും മനസ്സിലാവുന്നില്ല. ആരാത് എന്ന് ദേവൻ ചോദിക്കുക. ഈ സമയം തിരിയുമ്പോഴായിരിക്കോട്ടോ സുകുമാരി പുത്തും പുതിയ ഗെറ്റപ്പിലും പട്ടുസാരിയൊക്കെ അണിഞ്ഞ് വലിയ പൊട്ടൊക്കെ കുത്തി കയ്യിലും കഴുത്തിലുമൊക്കെ സ്വർണത്തിൻ്റെ മാലയും വളകളൊക്കെ അണിഞ്ഞ് ഒരുങ്ങിക്കെട്ട് നിൽക്കുവാണ്. അതുകൊണ്ട് യശോദ ചോദിക്കണേ, ഈ വയസ്സങ്കടത്ത് അമ്മയ്ക്ക് ഈ വല്ല കോപ്രായത്തിൻ്റെ വല്ല കാര്യമുണ്ടോ? അന്നേരം പ്രേഖ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓ അല്ലെങ്കിൽ നിനക്കൊക്കെ എന്തറിയാടി, രണ്ടെണ്ണത്തിനും പിടിച്ചിട്ടില്ല. നമ്മുടെ ഈ വളർച്ച കൊണ്ട് കണ്ണും തള്ളി നിൽക്കുക രണ്ടുപേരും എന്നൊക്കെ പറഞ്ഞ് ദേവനെ യശോദയും ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് സുകുമാരിയും പ്രേഖ്യയും അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണമംഗലം വീട് ജപ്തി ചെയ്യാൻ ബാങ്കിൽ നിന്നുള്ള ആൾക്കാരും പോലീസുകാരും ഒക്കെ എത്തുവാണ് കേട്ടോ. അങ്ങനെ പരമേശ്വരനും വരുണും അവരെല്ലാവരും നിസ്സഹായരായി എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുവാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ ആസ്വദിച്ച് നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയുമൊക്കെ. അങ്ങനെ അവരെല്ലാവരും ഇറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന സമയത്തായിരിക്കും ചന്ദ്രശേഖരൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ ചന്ദ്രശേഖരനെ കാണുന്നതും എല്ലാവരും ഒന്ന് ഷോക്കാകുവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ജപ്തി നടപടികൾ നിർത്തിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോകണം. അന്നേരം ബാങ്ക് മാനേജർ പറയുക, ഞങ്ങൾ മടങ്ങിപ്പോകാം, പക്ഷേ ബാങ്കിൽ നിന്നും എടുത്ത തുക കൃത്യമായിട്ട് തിരികെ അടക്കണം. എന്നാൽ മാത്രമേ ഈ നടപടികൾ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റൂ. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, അല്പസമയത്തിനകം പണം മുഴുവൻ നിങ്ങളെ തിരികെ ഏൽപ്പിച്ചിരിക്കും. അതിനുള്ള ആളുത എത്തിക്കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞ് ചന്ദ്രശേഖരൻ തിരിയുമ്പോഴായിരിക്കോട്ടോ ഒരു ജീപ്പിൽ ഒരു പെണ്ണ് അവിടെ എത്തുന്നത്. ബെഞ്ചമിൻ അനിയത്തി സാറ തന്നെയായിരിക്കും എത്താൻ പോകുന്നത്. അങ്ങനെ കാറിൽ നിന്നും ആ ഒരു പെണ്ണ് ഇറങ്ങാൻ പോകുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും ഈ സാറ? സാറക്കും കണമംഗലം കുടുംബത്തിനും ഇടയിലുള്ളത് എന്തായിരിക്കും? ഇവരുദ്ദേശിക്കുന്നത് പോലെ ഇവരുടെ പ്ലാനുകൾ വിജയിക്കുമോ അതോ അവസാനം മറ്റെന്തെങ്കിലും സംഭവിക്കുമോ? ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്